വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, എ മാൻ ലിവ്ഡ്, ഒരു പുരുഷൻ ജീവിച്ചിരുന്നു, വിത്ത് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ, ആൻഡ് ടു ഡോട്ടേഴ്സ്, ഡോട്ടേഴ്സ് എന്നാൽ പെൺമക്കൾ. പണ്ടൊരിക്കൽ ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെയും കൂടെ ജീവിച്ചിരുന്നു. ദേ വേർ എ ഹാപ്പി ഫാമിലി, അവർ ഒരു സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു. ദ പേരൻസ്, മാതാപിതാക്കൾ, ലവ്ഡ് ഈച്ച് അതർ, ഈച്ച് അതർ എന്നാൽ പരസ്പരം, അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു, മാതാപിതാക്കൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. ആൻഡ് ദേ ലവ്ഡ് ദെയർ ചിൽഡ്രൻ വെരി മച്ച്, വെരി മച്ച് എന്നാൽ വളരെ നന്നായി. ആൻഡ് ദേ ലവ്ഡ്, അവർ ആ മാതാപിതാക്കൾ ലവ്ഡ് സ്നേഹിച്ചിരുന്നു, ദെയർ ചിൽഡ്രൻ അവരുടെ കുട്ടികളെ, വെരി മച്ച് വളരെ നന്നായി അവരുടെ കുട്ടികളെ മാതാപിതാക്കൾ സ്നേഹിച്ചിരുന്നു. ബട്ട് വൺ ഡേ, എന്നാൽ ഒരു ദിവസം, ദ മദർ ബിക്കെയിം സിക്ക്, ബിക്കം എന്നാൽ ആയിത്തീരുക, അതിൻ്റെ പാസ്റ്റാണ്, ബിക്കെയിം ആയിത്തീർന്നു. ദ മദർ ബിക്കെയിം സിക്ക്, അവരുടെ അമ്മ എന്നാൽ ഒരു ദിവസം രോഗിയായിത്തീർന്നു. സൂൺ ആഫ്റ്റർ, വൈകാതെ, ഷീ പാസ്ഡ് അവേ, അവരുടെ അമ്മ മരിച്ചുപോയി. പാസ് അവേ എന്നാൽ മരിച്ചു പോകുക, പാസ്ഡ് അവേ എന്നാൽ മരിച്ചുപോയി. ദ ഫാദർ ആൻഡ് ദ ഗേൾസ് ക്രൈഡ് ഫോർ മെനി ഡേയ്സ്, ആ അച്ഛനും പെൺമക്കളും ഒരുപാട് ദിവസങ്ങളോളം കരഞ്ഞു. ദ ഹൗസ് ഫെൽറ്റ് കോൾഡ് ആൻഡ് എംപ്റ്റി, ആ വീട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടതുപോലെയും ശൂന്യത നിറഞ്ഞതുപോലെയും അനുഭവപ്പെട്ടു. ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു. ആഫ്റ്റർ സം ടൈം, കുറച്ച് കാലത്തിന് ശേഷം, ദ ഫാദർ തോട്ട്, ആ അച്ഛൻ ചിന്തിച്ചു, ഐ കനോട്ട് കുക്ക്, എനിക്ക് പാചകം ചെയ്യാൻ സാധിക്കുകയില്ല. ഐ കനോട്ട് ഫെച്ച് വാട്ടർ, ഫെച്ച് വാട്ടർ എന്നാൽ വെള്ളം മുക്കുക, വെള്ളം കൊണ്ടുവരിക, ഇതൊക്കെയാണ് അർത്ഥം. ഐ കനോട്ട് ഫെച്ച് വാട്ടർ, എനിക്ക് വെള്ളം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. മൈ ഡോട്ടേഴ്സ് നീഡ് എ മദർ, എൻ്റെ പെൺമക്കൾക്ക് ഒരു അമ്മ വേണം. ഐ നീഡ് ഹെൽപ്പ്, എനിക്ക് സഹായി വേണം, എനിക്ക് സഹായത്തിന് ഒരാൾ വേണം. വൺ ഡേ, ഒരു ദിവസം, ഹി മെറ്റ്, അദ്ദേഹം കണ്ടുമുട്ടി, എ യങ് ബ്യൂട്ടിഫുൾ വുമൺ, ഒരു ദിവസം അദ്ദേഹം സുന്ദരിയായ ഒരു യുവതിയെ കണ്ടുമുട്ടി. മെറ്റ് എന്നാൽ കണ്ടുമുട്ടി, മീറ്റ് എന്നാൽ കണ്ടുമുട്ടുക, അതിൻ്റെ പാസ്റ്റാണ് മെറ്റ്, കണ്ടുമുട്ടി. ഹി ലൈക്ഡ് ഹെർ, അദ്ദേഹം അവളെ ഇഷ്ടപ്പെട്ടു. ഷീ സ്മൈൽഡ് അറ്റ് ഹിം, അവൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. ആൻഡ് ഹിസ് ലോൺലി ഹാർട്ട് ഫെൽറ്റ് വാം, ലോൺലി ഹാർട്ട് എന്നാൽ ഏകാന്തമായ ഹൃദയം എന്നാണ് അർത്ഥം, ഒറ്റപ്പെട്ട ഹൃദയം. ഫെൽറ്റ് വാം എന്നുള്ള ഇവിടെ അർത്ഥം ആശ്വാസവും സ്നേഹവും അനുഭവപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ഏകാന്തമായിട്ടുള്ള ഹൃദയത്തിന് സ്നേഹവും ആശ്വാസവും തോന്നി. ദ വുമൺ വാച്ച്ഡ് ഹിം കെയർഫുള്ളി, കെയർഫുള്ളി എന്നാൽ ശ്രദ്ധയോടെ. ദ വുമൺ, ആ സ്ത്രീ, വാച്ച്ഡ് ഹിം, അദ്ദേഹത്തെ നിരീക്ഷിച്ചു, കെയർഫുള്ളി വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ഐ വിൽ മാരി യു, ഞാൻ നിന്നെ വിവാഹം ചെയ്യും. ഷീ സെഡ്, അവൾ പറഞ്ഞു. ബട്ട് പക്ഷേ, ഐ വിൽ നോട്ട് ലുക്ക് ആഫ്റ്റർ യുവർ ഡോട്ടേഴ്സ്, ലുക്ക് ആഫ്റ്റർ എന്നാൽ പരിചരിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ പെൺമക്കളെ പരിചരിക്കുകയില്ല. സെൻഡ് ദം അവേ, അവരെ പറഞ്ഞയക്കുക. ദെൻ ഐ വിൽ കം, അങ്ങനെയാണെങ്കിൽ ഞാൻ വരും, ആ സ്ത്രീ പറഞ്ഞു. ദ ഫാദർ ഫെൽറ്റ് എ ഷാർപ്പ് പെയിൻ ഇൻ ഹിസ് ഹാർട്ട്, ഷാർപ്പ് പെയിൻ എന്നാൽ കഠിനമായ വേദന എന്നുള്ള അർത്ഥമാണ്. ഹാർട്ട് എന്നാൽ ഹൃദയം, ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് കഠിനമായ മനോവേദന അനുഭവപ്പെട്ടു, മനോവേദന തോന്നി. ഷീസ് ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയാണ്. മേ ബി, ഒരു പക്ഷേ, ഷീ വിൽ ലവ് ദം, അവൾ അവരെ സ്നേഹിക്കും. ലേറ്റർ, ലേറ്റർ എന്നാൽ പിന്നീട്, പിന്നീട് ഒരു പക്ഷേ അവൾ അവരെ, ആ പെൺമക്കളെ സ്നേഹിച്ചേക്കാം. ഹി ടോൾഡ്, അദ്ദേഹം പറഞ്ഞു. ഹിംസെൽഫ്, ഹിംസെൽഫ് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ എന്നുള്ള അർത്ഥമാണ്. ഹി ടോൾഡ് ഹിംസെൽഫ്, അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. വെരി വെൽ, ഹി വിസ്പേർഡ്, വളരെ നല്ലത്, അദ്ദേഹം പതുക്കെ പറഞ്ഞു. വിസ്പർ എന്നാൽ പതുക്കെ പറയുക. ഐ വിൽ സെൻഡ് ദം അവേ, ഞാൻ അവരെ പറഞ്ഞയക്കും. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, ഹി സാറ്റ്, അദ്ദേഹം ഇരുന്നു. ബിസൈഡ് ഹിസ് ഡോട്ടേഴ്സ്, ബിസൈഡ് എന്നാൽ അരികെ,
അന്ന് രാത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെ അരികെ ഇരുന്നു. ഹിസ് വോയിസ് ഷുക്ക്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറി. ടുമോറോ, നാളെ, ഐ ആം ഗെറ്റിംഗ് മാരീഡ് അഗെയിൻ. നാളെ ഞാൻ വീണ്ടും വിവാഹം ചെയ്യുകയാണ്. മൈ ന്യൂ വൈഫ്, എൻ്റെ പുതിയ ഭാര്യ. ഷീ ഡസ് നോട്ട് ലൈക്ക് ചിൽഡ്രൻ. അവൾക്ക് കുട്ടികളെ ഇഷ്ടമല്ല. അതാണ് അർത്ഥം. ഷീ ഡസ് നോട്ട് ലൈക്ക് ചിൽഡ്രൻ. അവൾക്ക് കുട്ടികളെ ഇഷ്ടമല്ല. യു മസ്റ്റ് ഹൈഡ്. ഹൈഡ് എന്നാൽ ഒളിക്കുക എന്നുള്ള അർത്ഥമാണ്. യു മസ്റ്റ് ഹൈഡ്. നിങ്ങൾ തീർച്ചയായും ഒളിച്ചിരിക്കണം. ഇൻ ദ ഗ്രെയിൻ സ്റ്റോർ. ഗ്രെയിൻ സ്റ്റോർ എന്നാൽ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. ധാന്യപ്പുര. നിങ്ങൾ ധാന്യപ്പുരയിൽ ഒളിച്ചിരിക്കണം. ഡു നോട്ട് വറി. വിഷമിക്കേണ്ട. യു വിൽ ഹാവ് ഫുഡ്. ഫുഡ് എന്നാൽ ഭക്ഷണം. യു വിൽ ഹാവ് എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകും. യു വിൽ ഹാവ് ഫുഡ്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകും. ദ ബിഗ് സിസ്റ്റർ ഹെൽഡ് ദ ലിറ്റിൽ വൺസ് ഹാൻഡ്. ദ ബിഗ് സിസ്റ്റർ, വലിയ സഹോദരി, ഹെൽഡ്, പിടിച്ചു, ദ ലിറ്റിൽ വൺസ് ഹാൻഡ്, ആ ചെറിയ പെൺകുട്ടിയുടെ കൈ, ആ വലിയ പെൺകുട്ടി സഹോദരി പിടിച്ചു. ദേ വർ സ്കേർഡ്. അവർ ഭയപ്പെട്ടു. ബട്ട് ദേ ലിസൺ. അവർ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ അനുസരിച്ചു. ലിസൺ എന്നാൽ അനുസരിക്കുക എന്നുള്ള അർത്ഥം. പക്ഷേ അവർ അനുസരിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ. ദ ഫാദർ ബ്രോട്ട് ദ വുമൺ ഹോം. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. അടുത്ത ദിവസം രാവിലെ അവരുടെ അച്ഛൻ ആ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഹി സെഡ് ടു ഹർ. അദ്ദേഹം അവളോട് പറഞ്ഞു, മൈ ആൻസസ്റ്റേഴ്സ്. ആൻസസ്റ്റേഴ്സ് എന്നാൽ പൂർവികർ എന്നുള്ള അർത്ഥമാണ്. സ്പിരിറ്റ്സ് എന്നാൽ ആത്മാക്കൾ. മൈ ആൻസസ്റ്റേഴ്സ് സ്പിരിറ്റ്സ്. എൻ്റെ പൂർവികരുടെ ആത്മാക്കൾ. ലിവ് ഇൻ ദ ഗ്രെയിൻ സ്റ്റോർ. ധാന്യപ്പുരയിൽ എൻ്റെ പൂർവികരുടെ ആത്മാക്കൾ ജീവിക്കുന്നുണ്ട്. അദ്ദേഹം അവളോട് പറഞ്ഞു. പ്ലീസ് ഗിവ് ദം. ദയവായി അവർക്ക് നൽകുക. ഫുഡ്, ഭക്ഷണം, 3 times a day. ഒരു ദിവസം 3 സമയം അവർക്ക് ദയവായിട്ട് ഭക്ഷണം നൽകുക. ദേ ആർ ഓൾവേസ് ഹംഗ്രി. അവർ എപ്പോഴും വിശപ്പുള്ളവരാണ്. ഹംഗ്രി എന്നാൽ വിശപ്പുള്ള. ദ വുമൺ അഗ്രീഡ്. ആ സ്ത്രീ സമ്മതിച്ചു. ആൻഡ് ബിഗാൻ ബ്രിങ്ങിങ് ഫുഡ്. ബിഗാൻ എന്നാൽ തുടങ്ങി. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ഇവിടെ നൽകുക എന്നുള്ള അർത്ഥമാണ്. കൊണ്ടുവന്ന് കൊടുക്കുക. ദ വുമൺ അഗ്രീഡ് ആൻഡ് ബിഗാൻ ബ്രിങ്ങിങ് ഫുഡ്. ആ സ്ത്രീ അത് സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. അങ്ങനെ ആ സ്ത്രീ ആ പെൺമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ആ സ്ത്രീ കൊടുക്കുന്നത്, ആ സ്ത്രീയുടെ അറിവിൽ പെൺമക്കൾക്കല്ല കൊടുക്കുന്നത്, ആ പൂർവികരുടെ ആത്മാക്കൾക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ പെൺമക്കൾക്കാണ് നൽകുന്നത് എന്ന് ഈ സ്ത്രീക്ക് അറിയുകയില്ല. ദ 2 daughters. ആ 2 പെൺമക്കൾ. 8 ഭക്ഷിച്ചു. ക്വയറ്റ്ലി എന്നാൽ ശാന്തമായി കൊണ്ട് എന്നുള്ള അർത്ഥം. ഇൻ ദ ഡാർക്ക്. ഇരുട്ടിൽ. ഇൻ ദ ഡാർക്ക് സ്റ്റോർ. ആ ഇരുട്ടുള്ള ആ റൂമിൽ, ധാന്യപ്പുരയിൽ വച്ച് ആ 2 പെൺമക്കളും ഭക്ഷണം ശാന്തമായിക്കൊണ്ട് കഴിച്ചു. ഈറ്റ് എന്നാൽ കഴിക്കുക. അതിൻ്റെ പാസ്റ്റാണ് എയ്റ്റ്. കഴിച്ചു. വെയിറ്റിംഗ് ആൻഡ് ഹോപ്പിംഗ്. അവർ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആ ഇരുണ്ട റൂമിൽ നിന്നും ഭക്ഷണം കഴിച്ചു. ശാന്തമായിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു. ബട്ട് വൺ ആഫ്റ്റർനൂൺ. പക്ഷേ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്. ഷീ വെൻറ്റ്. അവൾ പോയി. ടു ദ ഹെയർ ഡ്രസ്സർ. ഹെയർ ഡ്രസ്സർ എന്നാൽ അർത്ഥം ക്ഷുരകൻ എന്നുള്ള അർത്ഥമാണ്. മുടി വെട്ടുന്ന വ്യക്തി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞതിന് ശേഷം അവൾ ക്ഷുരകൻ്റെ അടുത്തേക്ക് പോയി. മുടി വെട്ടുന്ന സ്ത്രീയുടെ അടുത്തേക്ക് പോയി. ഐ മസ്റ്റ് ഹറി. എനിക്ക് ധൃതിയുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം. ഹറി എന്നാൽ ധൃതിയുള്ള എന്നുള്ള അർത്ഥം. ഷീ സെഡ്. അവൾ പറഞ്ഞു, ഇറ്റ്സ് ടൈം ടു ഗിവ് ഫുഡ് ടു മൈ ഹസ്ബൻഡ്സ് ആൻസസ്റ്റേഴ്സ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ പൂർവികരുടെ ആത്മാക്കൾക്ക് ഭക്ഷണം നൽകാനുള്ള സമയമാണ്. ടു ഗിവ് എന്നാൽ നൽകാനുള്ള. ഹസ്ബൻഡ്സ് ആൻസസ്റ്റേഴ്സ് ഭർത്താവിൻ്റെ പൂർവികർ. ദ ഹെയർ ഡ്രസ്സർ ലാഫ്ഡ്.
ആ മുടി വെട്ടുന്ന സ്ത്രീ ചിരിച്ചു. ലാഫ്ഡ് എന്നാൽ ചിരിച്ചു. ആൻസസ്റ്റേഴ്സ് പൂർവികരോ? നോ, അല്ല. ഹിസ് ഡോട്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ ലിവ് ഇൻ ദാറ്റ് സ്റ്റോർ ആ ധാന്യപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ ജീവിക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. യു ആർ ഫീഡിങ് ദം നീ അവർക്ക് ഭക്ഷണം നൽകുന്നു. ദ വുമൺസ് ഫേസ് ആ സ്ത്രീയുടെ മുഖം ടേൺഡ് ആയി മാറി. ഹാർഡ് ആൻഡ് കോൾഡ് ആ സ്ത്രീയുടെ മുഖം കഠിനവും വികാരരഹിതവുമായി മാറി. ദേഷ്യം കൊണ്ട് വികാരരഹിതമായി. മൈ ഹസ്ബൻഡ് ലൈഡ് ടു മീ ലൈ എന്നാൽ നുണ പറയുക എന്നുള്ള അർത്ഥം. അതിൻ്റെ പോസ്റ്റാണ് ലൈഡ്, നുണ പറഞ്ഞു. മൈ ഹസ്ബൻഡ് ലൈഡ് ടു മീ എൻ്റെ ഭർത്താവ് എന്നോട് നുണ പറഞ്ഞു. ദോസ് സ്റ്റുപ്പിഡ് ഗേൾസ് മണ്ടൻ പെൺകുട്ടികൾ. ഇതിനർത്ഥം ഇവിടെ അർത്ഥം അപമാനകരമായിട്ടുള്ള രൂപത്തിൽ വിളിക്കുക എന്നുള്ള അർത്ഥമാണ്. ആ കുട്ടികളെ വളരെ മോശപ്പെട്ട രീതിയിൽ അപമാനകരമായ രൂപത്തിൽ അവരെ വിളിച്ചു. ദ സ്റ്റുപ്പിഡ് ഗേൾസ്. വെൻ ഷീ റീച്ച്ഡ് ഹോം അവൾ വീട്ടിൽ എത്തിയ സമയത്ത്, വെൻ എന്നാൽ ആ സമയത്ത്, ഷീ ഡിഡ് നോട്ട് ബ്രിങ് ഫുഡ് അവൾ ഭക്ഷണം നൽകിയില്ല, ഭക്ഷണം കൊണ്ടുവന്നില്ല. ആ പെൺമക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ല. ഷീ ലോക്ക് ദ ഗ്രെയിൻ സ്റ്റോർ ഡോർ ആ ധാന്യപ്പുരയുടെ വാതിൽ ആ സ്ത്രീ ലോക്ക് ചെയ്തു, അടച്ചു. ആൻഡ് ഷൗട്ടഡ് അടച്ചുകൊണ്ട് ആക്രോശിച്ചു. ഷൗട്ട് എന്നാൽ ഉച്ചത്തിൽ പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഉച്ചത്തിൽ പറഞ്ഞു. നോ മോർ ഫുഡ് ഫോർ യു ഇനി നിങ്ങൾക്ക് ഭക്ഷണമില്ല. ഐ ഡോണ്ട് വാണ്ട് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല. ഐ ഡോണ്ട് വാണ്ട് യു എനിക്ക് നിങ്ങളെ വേണ്ട. ദ ലിറ്റിൽ സിസ്റ്റർ ക്രൈഡ് ആ ചെറിയ സഹോദരി കരഞ്ഞു. വി ഹാവ് നത്തിങ് നമുക്ക് ഒന്നുമില്ല. ടു ഈറ്റ് നമുക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. വി ഹാവ് നത്തിങ് ടു ഈറ്റ് നമുക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. ദ ബിഗ് സിസ്റ്റർ ഹഗ്ഡ് ഹർ ഹഗ് എന്നാൽ കെട്ടിപ്പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. വലിയ സഹോദരി അവളെ കെട്ടിപ്പിടിച്ചു. ഡോൺ ക്രൈ കരയേണ്ട. വി വിൽ ഫൈൻഡ് എ വേ നമ്മൾ ഒരു വഴി കണ്ടെത്തും. വെൻ ദ ഫാദർ കെയിം ഹോം വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ ഫാദർ കെയിം ഹോം അവരുടെ അച്ഛൻ വീട്ടിലേക്ക് വന്ന സമയത്ത്. ദ വുമൺ ഷൗട്ടഡ് ആ സ്ത്രീ ആക്രോശിച്ചു, ഉച്ചത്തിൽ പറഞ്ഞു. യു ലൈഡ് ടു മീ നിങ്ങൾ എന്നോട് കളവ് പറഞ്ഞു. ഐ വിൽ ലീവ് യു ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കും. ലീവ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഐ വിൽ ലീവ് യു ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കും. ഇഫ് യു കീപ് ദോസ് ഗേൾസ് നിങ്ങൾ ആ പെൺകുട്ടികളെ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കും. ചൂസ് ദം അവരെ തിരഞ്ഞെടുക്കുക. ഓർ അല്ലെങ്കിൽ ചൂസ് മീ ഒന്നില്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കുക. ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു. ചൂസ് എന്നാൽ തിരഞ്ഞെടുക്കുക. ദ ഫാദർ ഫെൽറ്റ് വീക്ക് അച്ഛന് ബലഹീനത അനുഭവപ്പെട്ടു. വീക്ക് എന്നാൽ ബലഹീനത, ക്ഷീണം, ഇതൊക്കെയാണ് അർത്ഥം. ഫെൽറ്റ് എന്ന് വെച്ചാൽ അനുഭവപ്പെട്ടു. ഹി ലവ്ഡ് ഹിസ് ഡോട്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ സ്നേഹിച്ചിരുന്നു. ബട്ട് ഹി ഫിയേർഡ് പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ലൂസിങ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹം പക്ഷേ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ സ്നേഹിച്ചിരുന്നു. ഇൻ എ ബ്രോക്കൺ വോയിസ് ഒരു ഇടറുന്ന ശബ്ദത്തോടു കൂടെ ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഐ വിൽ ടേക്ക് ദം അവേ ടുമോറോ ഞാൻ നാളെ അവരെ ഇവിടെ നിന്നും കൊണ്ടുപോകും. ഐ വിൽ ടേക്ക് ദം അവേ ടുമോറോ. ഏർലി മോർണിംഗ് കെയിം അതിരാവിലെ വന്നെത്തി, നേരം പുലർന്നു. ദ ഫോറസ്റ്റ് വാസ് ക്വയറ്റ് ക്വയറ്റ് എന്നാൽ ശാന്തമായ, വനം ശാന്തമായിരുന്നു. കം വരൂ ഹി സെഡ് സോഫ്റ്റ്ലി ടു ഹിസ് ഗേൾസ് അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളോട് വളരെ സൗമ്യമായി കൊണ്ട് പറഞ്ഞു. വരൂ. വി വിൽ വോക്ക് നമ്മൾ നടക്കും, നമ്മൾ നടക്കാൻ പോകുകയാണ്. ദേ വോക്ക് ഓൾ ഡേ അവർ ദിവസം മുഴുവൻ നടന്നു. ദ സിസ്റ്റേഴ്സ് ഗ്രൂ ടയേർഡ് ആ സഹോദരിമാർ ക്ഷീണിച്ചു. അറ്റ് ലാസ്റ്റ് അവസാനം. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. റെസ്റ്റ് ഹിയർ ഇവിടെ വിശ്രമിക്കുക. സ്ലീപ്പ് അണ്ടർ ദിസ് ട്രീ അണ്ടർ എന്നാൽ താഴെ, സ്ലീപ്പ് ഉറങ്ങുക. ഈ മരത്തിന് താഴെയായിട്ട് ഉറങ്ങുക. സ്ലീപ്പ് അണ്ടർ ദിസ് ട്രീ. ദ ചിൽഡ്രൻ ലേ ഡൗൺ കുട്ടികൾ കിടന്നു. വെൻ ദേ സ്ലെപ്റ്റ് അവർ ഉറങ്ങിയപ്പോൾ. ദ ഫാദർ വിസ്പേർഡ് അവരുടെ അച്ഛൻ. വിസ്പർ എന്നാൽ പതുക്കെ പറയുക, പതുക്കെ പറഞ്ഞു. ഐ വിൽ കം ബാക്ക് ഞാൻ തിരിച്ചു വരും. ഐ പ്രോമിസ് ഞാൻ വാഗ്ദാനം നൽകുന്നു, ഞാൻ ഉറപ്പ് നൽകുന്നു.
ബട്ട് എന്നാൽ ഹി ന്യൂ ഹി വാസ് ടു അഫ്രൈഡ് ഓഫ് ഹിസ് വൈഫ് ടു റിട്ടേൺ. എന്നാൽ ഭാര്യയെ അത്രയേറെ ഭയപ്പെട്ടതിനാൽ തിരികെ വരാൻ തനിക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഹി ന്യൂ എന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അഫ്രൈഡ് ഓഫ് ഹിസ് വൈഫ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഭയപ്പെടുക. ടു റിട്ടേൺ എന്നാൽ തിരിച്ചു വരാൻ. അച്ഛൻ തിരിച്ചു വരുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും ഭാര്യയെ ഭയമായതിനാൽ അദ്ദേഹം തിരികെ വരില്ലെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. അതാണ് അർത്ഥം. ഹി പ്ലേസ്ഡ്, പ്ലേസ് എന്നാൽ വയ്ക്കുക എന്നുള്ള അർത്ഥം. ഹി പ്ലേസ്ഡ് അദ്ദേഹം വച്ചു എ തിക്ക് ബ്രാഞ്ച്. തിക്ക് എന്നാൽ അർത്ഥം വണ്ണമുള്ള എന്നുള്ള അർത്ഥം, കട്ടിയുള്ള. ബ്രാഞ്ച് എന്നാൽ മരത്തിൻ്റെ കൊമ്പ്. അദ്ദേഹം ഒരു വണ്ണമുള്ള ഒരു മരത്തിൻ്റെ കൊമ്പ് അദ്ദേഹം വച്ചു. ബിറ്റ്വീൻ എന്നാൽ ഇടയിൽ, ബിറ്റ്വീൻ ദം അവർക്കിടയിൽ, ആ കുട്ടികൾക്കിടയിൽ. സോ അങ്ങനെയാണെങ്കിൽ ആ വണ്ണമുള്ള ആ ബ്രാഞ്ച് അവിടെ നിൽക്കുമ്പോൾ ദേ വുഡ് തിങ്ക് അവർ കരുതിയേക്കും ഹി വാസ് സ്റ്റിൽ ദർ അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് അവർ കരുതിയേക്കും. ദെൻ ലെഫ്റ്റ് ദം അലോൺ ശേഷം അദ്ദേഹം ആ വണ്ണമുള്ള ബ്രാഞ്ച് അവിടെ ശിഖരം അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടം വിട്ടു പോയി. അദ്ദേഹം തനിച്ച് അവിടം വിട്ടു പോയി. ദെൻ ലെഫ്റ്റ് ദം അലോൺ. അലോൺ എന്നാൽ തനിച്ച്, അവരെ തനിച്ച് വിട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. ഇൻ ദ നൈറ്റ് രാത്രിയിൽ ദ ലിറ്റിൽ വൺ വോക്കപ്പ്. വേക്കപ്പ് എന്നാൽ ഉറക്കമുണരുക, അതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്. രാത്രിയിൽ ആ ചെറിയ കുട്ടി ഉറക്കമുണർന്നു. ലിറ്റിൽ വൺ എന്നാൽ ചെറിയ കുട്ടി. സിസ്റ്റർ സഹോദരി. ഐ ഹിയർ സംതിങ് ഞാൻ എന്തോ ഒന്ന് കേൾക്കുന്നു, എന്തോ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഹിയർ എന്നാൽ കേൾക്കുക. ഐ ആം സ്കെയർഡ് എനിക്ക് ഭയം തോന്നുന്നു. ദ ബിഗ് സിസ്റ്റർ ലിസൺഡ് ആ ശബ്ദത്തെ ആ വലിയ സഹോദരി ശ്രദ്ധിച്ചു. ഇറ്റ്സ് എ വോൾഫ് അതൊരു ചെന്നായയാണ്. വോൾഫ് എന്നാൽ ചെന്നായ. ഷീ വിസ്പേർഡ് അവൾ മന്ത്രിച്ചു, അവൾ പതുക്കെ പറഞ്ഞു. ഹീസ് ഹംഗ്രി അവൻ വിശന്നിരിക്കുകയാണ്. ദ വോൾഫ് കെയിം ക്ലോസർ ആ ചെന്നായ അടുത്തേക്ക് വന്നു. ദ ഗേൾസ് ട്രംബിൾഡ് ട്രംബിൾ എന്നാൽ വിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ആ പെൺകുട്ടികൾ പേടിച്ച് വിറച്ചു. അവർ ക്ലോത്ത്സ് ആർ ലെതർ നമ്മുടെ വസ്ത്രങ്ങൾ ലെതറാണ്. സെഡ് ദ ബിഗ് സിസ്റ്റർ വലിയ സഹോദരി പറഞ്ഞു. ലെതർ എന്നാൽ ചർമ്മം, മൃഗങ്ങളുടെ തോലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അതാണ് ലെതർ. സെഡ് ദ ബിഗ് സിസ്റ്റർ വലിയ സഹോദരി പറഞ്ഞു. ഗിവ് ഹിം സ്മോൾ പീസസ് ഗിവ് ഹിം അവന് നൽകൂ. സ്മോൾ പീസസ് ചെറിയ കഷ്ണങ്ങൾ അവന് നൽകൂ. വസ്ത്രങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ അവന് നൽകൂ. ദേ ടോർ സ്മോൾ പീസസ് ഫ്രം ദെയർ ക്ലോത്ത്സ് ആൻഡ് ത്രൂ ദം. ദേ ടോർ അവർ കീറി. സ്മോൾ പീസസ് ചെറിയ കഷ്ണങ്ങൾ ഫ്രം ദെയർ ക്ലോത്ത്സ് അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും അവർ ചെറിയ കഷ്ണങ്ങൾ കീറിയെടുത്തു. ആൻഡ് ത്രൂ ദം എന്നിട്ട് അവർ അത് എറിഞ്ഞു. ത്രോ എന്നാൽ എറിയുക, അതിൻ്റെ പാസ്റ്റാണ് ത്രൂ, എറിഞ്ഞു. ത്രൂ ദം ആ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തു. ദ വോൾഫ് സ്നിഫ് ദം സ്നിഫ് എന്നാൽ അർത്ഥം മണക്കുക എന്നുള്ള അർത്ഥം, മണം പിടിക്കുക. ദ വോൾഫ് സ്നിഫ് ദം അവകൾ ആ ചെന്നായ മണം പിടിച്ചു. എയ്റ്റ് ദം അവകൾ ഭക്ഷിച്ചു. ആൻഡ് സ്ലോലി സാവധാനം അതിനുശേഷം സാവധാനം വോക്ക്ഡ് അവേ അവിടെ നിന്നും നടന്നുപോയി. മോർണിംഗ് അറൈവ്ഡ് പ്രഭാതം വന്നെത്തി. ഫാദർ ഡിഡിൻറ്റ് കം ബാക്ക് അച്ഛൻ തിരിച്ചു വന്നില്ല. ദ ലിറ്റിൽ സിസ്റ്റർ സെഡ് ചെറിയ സഹോദരി പറഞ്ഞു. ഹർ വോയിസ് ഫുൾ ഓഫ് ടിയേഴ്സ് കരച്ചിൽ നിറഞ്ഞ ശബ്ദത്തോടെ ആ ചെറിയ പെൺകുട്ടി പറഞ്ഞു, ചെറിയ സഹോദരി പറഞ്ഞു. വി വിൽ ഫൈൻഡ് ഹെൽപ്പ് ഹെൽപ്പ് എന്നാൽ സഹായം. വി വിൽ ഫൈൻഡ് നമുക്ക് ലഭിക്കും. ഹെൽപ്പ് സഹായം, നമുക്ക് ആരുടെയെങ്കിലും സഹായം ലഭിക്കും. ദ ബിഗ് സിസ്റ്റർ സെഡ് വലിയ സഹോദരി പറഞ്ഞു, നമുക്ക് ആരുടെയെങ്കിലും സഹായം ലഭിക്കും. വി മസ്റ്റ് ബി ബ്രേവ് ബ്രേവ് എന്നാൽ ധൈര്യവാനായ എന്നുള്ള അർത്ഥമാണ്. മസ്റ്റ് എന്നാൽ തീർച്ചയായും. വി മസ്റ്റ് ബി ബ്രേവ് നമ്മൾ തീർച്ചയായും ധൈര്യമുള്ളവരായിരിക്കണം. ഷീ ക്ലൈംഡ് എ ട്രീ അവൾ ഒരു വൃക്ഷത്തിലേക്ക് കയറി. ക്ലൈംഡ് എന്നാൽ കയറി. എ ടോൾ ട്രീ ടോൾ എന്നാൽ ഉയരമുള്ള വൃക്ഷത്തിലേക്ക് അവൾ കയറി. ആൻഡ് ലുക്ക്ഡ് അറൗണ്ട് എന്നിട്ട് ചുറ്റും നോക്കി. ഐ സി എ ഹൗസ് ഞാൻ ഒരു വീട് കാണുന്നു. എനിക്ക് ഒരു വീട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ബിഗ് അത് വലിയതാണ്. ദർ ആർ കൗസ് ആൻഡ് ഷീപ്പ് അവിടെ പശുക്കളും ചെമ്മരിയാടുകളുമുണ്ട്. ലെറ്റ്സ് ഗോ നമുക്ക് പോകാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
ദേ വോക്ക് ടു ദ ഹൗസ്. അവർ ആ വീട്ടിലേക്ക് നടന്നു പോയി. എ മാൻ കെയിം ഔട്ട്. ഒരു പുരുഷൻ കെയിം ഔട്ട് പുറത്തേക്ക് വന്നു. ഹി വാസ് ടോൾ. അദ്ദേഹത്തിന് നല്ല ഉയരമുണ്ട്. സ്ട്രോങ്. അദ്ദേഹം ശക്തനാണ്. ആൻഡ് ഹാഡ് ആംഗ്രി ഐസ്. വളരെ ദേഷ്യമുള്ള കണ്ണുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഉയരമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. നല്ല ദേഷ്യമുള്ള കണ്ണുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ദാറ്റ് മാൻസ് ഡേഞ്ചറസ്. ആ പുരുഷൻ അപകടകാരിയാണ്. ദ ബിഗ് സിസ്റ്റർ വിസ്പേർഡ്. ആ വലിയ സഹോദരി മന്ത്രിച്ചു, പതുക്കെ പറഞ്ഞു. ഹി ലുക്സ് ലൈക്ക് എ ക്രൂവൽ ഹണ്ടർ. ക്രൂവൽ എന്നാൽ ക്രൂരനായ, ഹണ്ടർ എന്നാൽ വേട്ടക്കാരൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു ക്രൂരനായിട്ടുള്ള വേട്ടക്കാരനെ പോലെയുണ്ട്. ലൈക്ക് എന്നാൽ പോലെ. വി മസ്റ്റ് ബി കെയർഫുൾ. നമ്മൾ ജാഗരൂകരായിരിക്കണം. വി മസ്റ്റ് ബി, നമ്മൾ തീർച്ചയായും ആയിരിക്കണം. കെയർഫുൾ എന്നാൽ ശ്രദ്ധയുള്ള. വെൻ ദ ഹണ്ടർ ലെഫ്റ്റ് വിത്ത് ഹിസ് എനിമൽസ്. വെൻ, ആ സമയത്ത്, ദ ഹണ്ടർ ലെഫ്റ്റ് വിത്ത് ഹിസ് എനിമൽസ്. അദ്ദേഹത്തിൻ്റെ മൃഗങ്ങളെയുമായിട്ട് അവിടെ നിന്നും പോയ സമയത്ത്. ലെഫ്റ്റ് എന്നാൽ അവിടം വിട്ട് പോയപ്പോൾ എന്നുള്ള അർത്ഥം. വെൻ ദ ഹണ്ടർ ലെഫ്റ്റ്, ആ വേട്ടക്കാരൻ അവിടെ നിന്നും പോയപ്പോൾ. ദ ബിഗ് സിസ്റ്റർ സെഡ്. ആ വലിയ സഹോദരി പറഞ്ഞു. വെയിറ്റ് ഹിയർ. ഇവിടെ കാത്തിരിക്കൂ. ഐ വിൽ ഗെറ്റ് ഫുഡ്. ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. ഷീ റാൻ ഇൻസൈഡ്. അവൾ അകത്തേക്ക് ഓടി. റാൻ എന്നാൽ ഓടി. ഷീ റാൻ ഇൻസൈഡ്. അവൾ ആ വീടിനെ അകത്തേക്ക് ഓടി. ഫൗണ്ട്, കണ്ടു. ബ്രെഡ്. ഫൗണ്ട് ബ്രെഡ്. ബ്രെഡ് കണ്ടു. ആ സഹോദരി ബ്രെഡ് കണ്ടു. ആൻഡ് ബ്രോട്ട് ഇറ്റ് ടു ഹെർ സിസ്റ്റർ. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. ബ്രോട്ട് കൊണ്ടുവന്നു. ഇറ്റ് അത് ആ ബ്രെഡ്. ടു ഹെർ സിസ്റ്റർ അവളുടെ സഹോദരിക്ക് കൊണ്ടുവന്നു കൊടുത്തു. ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം. ഷീ ഡിഡ് ദ സെയിം. അതേ കാര്യം അവൾ ചെയ്തു. അകത്തേക്ക് പോയി ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. ഷീ ഡിഡ് എന്നാൽ അവൾ ചെയ്തു. ദ സെയിം എന്നാൽ അതേ കാര്യം. ആൻഡ് ദ നെക്സ്റ്റ്, അടുത്ത ദിവസം. ഓൺ ദ ഫോർത്ത് ഡേ, നാലാമത്തെ ദിവസം. ദ ലിറ്റിൽ സിസ്റ്റർ സെഡ്. ആ ചെറിയ സഹോദരി പറഞ്ഞു. ഐ വാണ്ട് ടു കം ടു. എനിക്കും വരണം. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ അലോൺ. എനിക്ക് തനിച്ച് നിൽക്കേണ്ട. എനിക്ക് തനിച്ച് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അലോൺ എന്നാൽ തനിച്ച്. സ്റ്റേ എന്നാൽ നിൽക്കുക. യു റൺ സ്ലോലി. സ്ലോലി എന്നാൽ സാവധാനത്തിൽ. നീ ഓടുന്നത് സാവധാനത്തിലാണ്. ദ ബിഗ് സിസ്റ്റർ വാണ്ട്. വലിയ സഹോദരി താക്കീത് നൽകി. ബട്ട് എന്നാൽ. ദ ലിറ്റിൽ വൺ. ചെറിയ സഹോദരി. ഷുക്ക് ഹെർ ഹെഡ്. അവളുടെ തല കുലുക്കി. ഷുക്ക് എന്നാൽ കുലുക്കി. ഹെർ ഹെഡ് അവളുടെ തല കുലുക്കി. ഐ ആം കമ്മിങ്. ഞാൻ വരുന്നു. വലിയ സഹോദരി മുന്നറിയിപ്പ് നൽകി. നീ പതുക്കെയാണ്, സാവധാനത്തിലാണ് നീ ഓടുന്നത്. അതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും എന്നാൽ ആ ചെറിയ സഹോദരി തല കുലുക്കി. അവൾ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്. ദേ റാൻ ടുഗദർ. അവർ ഒരുമിച്ച്, രണ്ടുപേരും ആ വീട്ടിനുള്ളിലേക്ക് ഓടി. ടുഗദർ എന്നാൽ ഒരുമിച്ച്. റാൻ എന്നാൽ ഓടി. ദ ബിഗ് സിസ്റ്റർ. വലിയ സഹോദരി. ഫൗണ്ട് ഫുഡ്. ഭക്ഷണം കണ്ടെത്തി. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തി. അതുമായിട്ട് ക്വിക്കലി പെട്ടെന്ന്. റാൻ ഔട്ട് പുറത്തേക്ക് ഓടി. ബട്ട് എന്നാൽ. ദ ലിറ്റിൽ സിസ്റ്റർ. ചെറിയ സഹോദരി. സ്റ്റേഡ് ടു ലോങ്. സ്റ്റേഡ് എന്നാൽ നിന്നു. ആ വീട്ടിനുള്ളിൽ നിന്നു. ടു ലോങ് ഒരുപാട് നേരത്തോളം നിന്നു. ദ ഹണ്ടർ കെയിം ബാക്ക്. കെയിം ബാക്ക് എന്നാൽ തിരിച്ചു വന്നു. ഏളി എന്നാൽ നേരത്തെ. ആ വേട്ടക്കാരൻ നേരത്തെ തിരിച്ചു വന്നു. ഹി ഗ്രാബ്ഡ് ഹെർ. ഗ്രാബ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥം. ഹി ഗ്രാബ്ഡ് അദ്ദേഹം പിടികൂടി. ഹെർ അവളെ. വേട്ടക്കാരൻ പിടികൂടി. ആ എ ലിറ്റിൽ തീഫ്. ഒരു ചെറിയ കള്ളി, ഒരു കുട്ടിയായിട്ടുള്ള കള്ളൻ, അതാണ് ലിറ്റിൽ തീഫ്. ഹി ഷൗട്ടഡ്. അദ്ദേഹം ആക്രോശിച്ചു. ഹി പുട്ട്. അദ്ദേഹം ഇട്ടു. ഹെർ അവളെ, ആ കുട്ടിയെ. ഇൻ എ സാക്ക് ഒരു ചാക്കിനുള്ളിൽ. ആൻഡ് ടൈഡ് ദ ടോപ്പ്. ടോപ്പ് എന്നാൽ മുകൾ ഭാഗം, ആ ചാക്കിൻ്റെ മുകൾ ഭാഗം. ടൈഡ് എന്നാൽ കെട്ടി. അദ്ദേഹം അവളെ ഒരു ചാക്കിനുള്ളിൽ ഇട്ട് ആ ചാക്കിൻ്റെ മുകൾ ഭാഗം കെട്ടി. ഹി പുൾഡ് ദ സാക്ക് അപ്പ്. അദ്ദേഹം ആ ചാക്ക് മുകളിലേക്ക് കൊണ്ടുപോയി. ടു ദ റൂഫ്. വലിച്ച് അദ്ദേഹം ആ ചാക്ക് മുകളിലേക്ക് കൊണ്ടുപോയി. റൂഫ് എന്നാൽ മേൽക്കൂര. ആൻഡ് ലെഫ്റ്റ് ഹെർ ഹാങ്ങിങ് ദർ. ദർ എന്നാൽ അവിടെ. ഹാങ്ങിങ് എന്നാൽ തൂക്കിയിടുക എന്നുള്ള അർത്ഥമാണ്. ഹെർ എന്നാൽ അവളെ അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു. അദ്ദേഹം അവളെ അവിടെ റൂഫിൻ്റെ മുകളിൽ തൂക്കിയിട്ടു.
ദ ബിഗ് സിസ്റ്റർ ഹിഡ് ഔട്ട്സൈഡ്. ഹൈഡ് എന്നാൽ ഒളിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹിഡ്. ഒളിച്ചു. ഔട്ട്സൈഡ് എന്നാൽ പുറത്ത്. ആ വലിയ സഹോദരി പുറത്ത് ഒളിച്ചിരുന്നു. ഹെർ ഹാർട്ട് പൗണ്ടിങ്. അവളുടെ ഹൃദയം ശക്തമായി ഇടിക്കുകയായിരുന്നു. പൗണ്ടിങ് എന്നാൽ മിടിപ്പ് എന്നുള്ള അർത്ഥമാണ്. ഹൃദയമിടിപ്പ്. വെൻ ആ സമയത്ത്. വെൻ ദ ഹണ്ടർ ലെഫ്റ്റ് അഗെയിൻ. അദ്ദേഹം വീണ്ടും പോയ സമയത്ത്, അവിടം വിട്ട് പോയ സമയത്ത്. വിത്ത് ഹിസ് കൗസ്. അദ്ദേഹത്തിൻ്റെ പശുക്കളെയുമായിട്ട് അദ്ദേഹം, ആ വേട്ടക്കാരൻ വീണ്ടും അവിടെ നിന്നും പോയ സമയത്ത്. ഷീ റാൻ ഇൻസൈഡ്. ആ വലിയ സഹോദരി അകത്തേക്ക് ഓടി. ലിറ്റിൽ സിസ്റ്റർ വേർ ആർ യു. നീ എവിടെയാണ്. ഷീ ക്രൈഡ്. അവൾ കരഞ്ഞു വിളിച്ചു. ഹിയർ ആം ഹിയർ. ഞാൻ ഇവിടെയുണ്ട്. ആം ഹിയർ. ദ ലിറ്റിൽ സിസ്റ്റർ ഷൗട്ടഡ്. ആ ചെറിയ സഹോദരി വച്ച വച്ചു, ആക്രോശിച്ചു. ഫ്രം എബോ. എബോ എന്നാൽ മുകൾ, മുകൾ ഭാഗം. ഫ്രം എബോ എന്നാൽ മുകളിൽ നിന്നും. മുകളിൽ നിന്നും ആ ചെറിയ സഹോദരി ആക്രോശിച്ചു, ഞാൻ ഇവിടെയുണ്ട്. ദ ബിഗ് സിസ്റ്റർ ക്ലൈംഡ് അപ്പ്. ക്ലൈംബ് അപ്പ് എന്നാൽ മുകളിലേക്ക് കയറുക എന്നുള്ള അർത്ഥമാണ്. ക്ലൈംഡ് അപ്പ് മുകളിലേക്ക് കയറി. കട്ട് ദ റോപ്പ്. റോപ്പ് എന്നാൽ കയറ്. ആ ചാക്കിൻ്റെ കെട്ടിയിട്ടുള്ള മുകൾ ഭാഗം കെട്ടിയിട്ടുള്ള കയറ് മുറിച്ചു. ആൻഡ് ഹെൽപ്ഡ് ഔട്ട്. ഹെൽപ്ഡ് എന്നാൽ സഹായിച്ചു. എന്നാൽ അവളെ പുറത്തേക്ക് വരാൻ സഹായിച്ചു. ദെൻ അതിനുശേഷം. ദ ഗേൾസ് ആ പെൺകുട്ടികൾ. ഫിൽഡ് നിറച്ചു. ദ സാക്ക് ആ ചാക്ക് നിറച്ചു. വിത്ത് ഹെവി സ്റ്റോൺസ്. ഹെവി എന്നാൽ ഭാരമുള്ള, സ്റ്റോൺസ് എന്നാൽ കല്ലുകൾ. ശേഷം ആ പെൺകുട്ടികൾ ഭാരമുള്ള കല്ലുകൾ കൊണ്ട് ആ ചാക്ക് നിറച്ചു. വെൻ ആ സമയത്ത്. വെൻ ദ ഹണ്ടർ റിട്ടേൺഡ്. ആ വേട്ടക്കാരൻ തിരിച്ചു വന്ന സമയത്ത്. ഹി ഹിറ്റ്. അദ്ദേഹം അടിച്ചു. ദ സാക്ക് ആ ചാക്കിൽ അടിച്ചു. വിത്ത് എ സ്റ്റിക്ക്. സ്റ്റിക്ക് എന്നാൽ ദണ്ട്. ഒരു ദണ്ട് കൊണ്ട് അദ്ദേഹം ആ ചാക്കിൽ അടിച്ചു. യു ബാഡ് ലിറ്റിൽ ഗേൾ. ഇനി മോശപ്പെട്ട ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആക്രോശിച്ചു. ഹി ഷൗട്ടഡ്. അദ്ദേഹം ആക്രോശിച്ചു. അങ്ങനെ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം ആ ചാക്കിൽ അടിച്ചു. ദ റോപ്പ് ബ്രോക്ക്. ബ്രോക്ക് എന്നാൽ പൊട്ടി. ആ ചാക്ക് തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്ന കയറ് പൊട്ടിപ്പോയി. ദ സ്റ്റോൺസ് ആ കല്ലുകൾ. ഫെൽ ഓൺ ഹിം. ഫെൽ എന്നാൽ വീണു. ഓൺ ഹിം എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ കല്ലുകൾ വീണു. ഹി ക്രൈഡ് ഔട്ട്. അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ചു. ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട്. അദ്ദേഹം തറയിലേക്ക് വീണു. ഗ്രൗണ്ട് എന്നാൽ തറ, നിലം. ഫെൽ എന്നാൽ വീണു. അദ്ദേഹം താഴേക്ക് വീണു. ഹി ഡിഡ് നോട്ട് മൂവ് അഗെയിൻ. പിന്നീട് അദ്ദേഹം ചലിച്ചില്ല. ഹി ഡിഡ് നോട്ട് മൂവ് അഗെയിൻ. അദ്ദേഹം വീണ്ടും അനങ്ങിയില്ല. ദ സിസ്റ്റേഴ്സ് ആ സഹോദരിമാർ. ഹെൽഡ് ഈച്ച് അതർ ടൈറ്റ്ലി. ടൈറ്റ്ലി എന്നാൽ ശക്തിയോടുകൂടെ, വളരെ ശക്തമായിട്ട് അവർ പരസ്പരം. ഈച്ച് അതർ എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചു. വി ആർ സേഫ്. നമ്മൾ സുരക്ഷിതരാണ്. ദ ബിഗ് സിസ്റ്റർ വിസ്പേർഡ്. ആ വലിയ സഹോദരി കാതിൽ പറഞ്ഞു, നമ്മളിപ്പോൾ സുരക്ഷിതരാണ്. ദേ വോക്ക്ഡ് അവേ. അവർ അവിടെ നിന്നും നടന്നുപോയി. ഫ്രം ദ ഹൗസ്. ദേ വോക്ക്ഡ് അവേ ഫ്രം ദ ഹൗസ്. ആ വീട്ടിൽ നിന്നും അവർ നടന്നുപോയി. ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയത്തോളം. ദേ വാണ്ടേഡ്. വാണ്ടർ എന്നാൽ ചുറ്റുക എന്നുള്ള അർത്ഥമാണ്. അലഞ്ഞു നടക്കുക, ഇതാണ് അർത്ഥം. ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയത്തോളം. ദേ വാണ്ടേഡ്. അവർ അലഞ്ഞു നടന്നു. ത്രൂ ദ ഫോറസ്റ്റ്. ആ വനത്തിലൂടെ അവർ അലഞ്ഞു നടന്നു. അൻറ്റിൽ എന്നാൽ അതുവരെ. അൻറ്റിൽ ദേ റീച്ച്ഡ് എ സ്മോൾ കോട്ടേജ്. കോട്ടേജ് എന്നാൽ കുടിൽ. ഒരു ചെറിയ കുടിലിലേക്ക് എത്തിച്ചേരുന്നതുവരെ അവർ ആ വനത്തിലൂടെ അലഞ്ഞു നടന്നു. എൻ ഓൾഡ് വുമൺ. ഒരു പ്രായമായ സ്ത്രീ. വുമൺ എന്നാൽ സ്ത്രീ. എൻ ഓൾഡ് വുമൺ ഒരു പ്രായമായ സ്ത്രീ. ഓപ്പൺഡ് തുറന്നു. ദ ഡോർ. ആ വീടിൻ്റെ കുടിലിൻ്റെ വാതിൽ തുറന്നു. ഷീ ഹാഡ് അവൾക്ക് ഉണ്ടായിരുന്നു. ആ പ്രായമായ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ജെൻറ്റിൽ ഐസ്. ജെൻറ്റിൽ ഐസ് എന്നാൽ അർത്ഥം കരുണയും സൗമ്യതയും നിറഞ്ഞ കണ്ണുകൾ എന്നുള്ള അർത്ഥമാണ്. കരുണയും സൗമ്യതയും നിറഞ്ഞ കണ്ണുകൾ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ഹാഡ് എന്നാൽ ഉണ്ടായിരുന്നു. ഓ ഡിയർ ചിൽഡ്രൻ. ഓ പ്രിയപ്പെട്ട കുട്ടികളെ. ഷീ സെഡ് ആ സ്ത്രീ പറഞ്ഞു. സോഫ്റ്റ്ലി വളരെ മൃദുവായിക്കൊണ്ട് അനുകമ്പയോടുകൂടെ ആ സ്ത്രീ പറഞ്ഞു. ഓ ഡിയർ ചിൽഡ്രൻ. വൈ ആർ യു അലോൺ. അലോൺ എന്നാൽ തനിച്ച്.
എന്തുകൊണ്ടാണ് നിങ്ങൾ തനിച്ചിരിക്കുന്നത്? വൈ ആർ യു അലോൺ? ദ ലിറ്റിൽ സിസ്റ്റർ ബിഗാൻ ടു ക്രൈ. ബിഗാൻ എന്നാൽ തുടങ്ങി, ടു ക്രൈ എന്നാൽ കരയാൻ. ആ ചെറിയ സഹോദരി കരയാൻ തുടങ്ങി. പ്ലീസ് ഹെൽപ്പ് us. ഞങ്ങളെ ദയവായിട്ട് സഹായിക്കൂ. ദ ഓൾഡ് വുമൺ. ആ പ്രായമായ സ്ത്രീ ഹഗ് ദം. ഹഗ് എന്നാൽ കെട്ടിപ്പിടിക്കുക. ഹഗ്ഡ് കെട്ടിപ്പിടിച്ചു. ദം അവരെ കെട്ടിപ്പിടിച്ചു. കം ഇൻസൈഡ് അകത്തേക്ക് വരൂ. യു വിൽ ബി നിങ്ങൾ ആയിരിക്കും. യു വിൽ ബി സേഫ് നൗ. ഇനി നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഇപ്പോൾ മുതൽ തൊട്ട് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. യു വിൽ ബി എന്നാൽ നിങ്ങൾ ആയിരിക്കും. ഷീ ഗേവ്. ആ സ്ത്രീ നൽകി. ദം അവർക്ക്. ഷീ ഗേവ് ദം. ആ സ്ത്രീ അവർക്ക് നൽകി. വാം ഫുഡ് ആൻഡ് സോഫ്റ്റ് ബേർഡ്സ്. ആ സ്ത്രീ ആ കുട്ടികൾക്ക് ചൂടുള്ള ഭക്ഷണവും മൃദുവായിട്ടുള്ള കിടക്കകളും കൊടുത്തു. സോഫ്റ്റ് എന്നാൽ മൃദുവായിട്ടുള്ള. ആൻഡ് ഷീ കെപ്റ്റ് ദം ആസ് ഹെർ ഓൺ ഡോട്ടേഴ്സ്. ആസ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. എന്ന നിലയിൽ, ഇതൊക്കെയാണ് അർത്ഥം. കെപ്റ്റ് എന്നാൽ അവിടെ പരിചരിച്ചു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഷീ കെപ്റ്റ് ദം. ആ സ്ത്രീ അവരെ പരിചരിച്ചു. ആസ് ഹെർ ഓൺ ഡോട്ടേഴ്സ്. ഓൺ എന്നാൽ സ്വന്തം. അവളുടെ ആ പ്രായമായ സ്ത്രീയുടെ സ്വന്തം പെൺമക്കളെപ്പോലെ ആ സ്ത്രീ അവരെ പരിചരിച്ചു. ദ സിസ്റ്റേഴ്സ് were ഫൈനലി സേഫ്. അവസാനം അവർ സുരക്ഷിതരായി. ദേ ലിവ്ഡ് അവർ ജീവിച്ചു. ഇൻ പീസ് സമാധാനത്തോടെ, സന്തോഷത്തോടെ അവർ ജീവിച്ചു. വിത്ത് ലവ് സ്നേഹത്തോടെ, കൈൻഡ്നസ് അനുകമ്പയോടെ അവർ ജീവിച്ചു. ആൻഡ് എ ഹോം ഒരു വീട്. എങ്ങനെയുള്ള വീടാണ്? വേർ അവിടെ. നോ വൺ എവർ പുഷ് ദം എവേ അഗെയിൻ. നോ വൺ എന്നാൽ ഒരാളും, പുഷ് ദം എവേ എന്നാൽ അവരെ അകറ്റി നിർത്തുക എന്നുള്ള അർത്ഥമാണ്, തള്ളിക്കളയുക. ലവ് ആൻഡ് കൈൻഡ്നസ് എന്നാൽ സ്നേഹവും കരുണയും. ലിവ്ഡ് ഇൻ പീസ് സമാധാനത്തോടെ ജീവിച്ചു. അവസാനം ആ സഹോദരിമാർ സുരക്ഷിതരായി. ആ സഹോദരിമാർ സ്നേഹവും കരുണയും നിറഞ്ഞ, ഇനി ഒരിക്കലും ആരും അവരെ അകറ്റി നിർത്താത്ത ഒരു വീട്ടിൽ സമാധാനത്തോടെ അവർ ജീവിച്ചു.